ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിലും രുചിയിലും മസാല ബോണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. ഞാൻ 200 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ബോളിലേക്ക് നമ്മളതിട്ട് അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം അരിപ്പൊടി അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്കൊരു സ്വല്പം മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ചേർക്കാം. സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഉണ്ട കുത്താതെ കുറേ സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് കലക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അതിനു വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്കിത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഞാനൊരു 4 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിരുന്ന് അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് 2 സവാള ഉള്ളി ആയിരുന്നു അതിനകത്ത് ചേർത്തിരുന്നത്. 100 ഗ്രാം ഗ്രീൻ പീസ് വേവിച്ചതും കൂടിയാണ് അതിനകത്ത് ചേർത്തത്. ഇനി നമുക്കതിലേക്ക് സ്വല്പം കരിയാപ്പില ഇട്ട് കൊടുക്കാം. സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി എരി കൂടുതലുള്ളവർക്ക് സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സ്വല്പം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ചിട്ട് നമുക്കിത്
നമുക്കിത് ഒരു അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പം നമ്മുടെ മസാല നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിലിട്ട് ദാണ്ട ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇത് വളരെ രുചിയുള്ളതാണ്. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മളിത് കഴിച്ചാൽ നമുക്ക് മതിയാവത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ളതാണിത്. മസാല എല്ലാം ഉരുട്ടി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബാറ്ററിലിട്ട് ഇതുപോലെ മുക്കി എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് പുറം അങ്ങ് കരിഞ്ഞു പോകും, അത് വേഗത്തുമില്ല. അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ദാണ്ട് ഒരു വശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപോലെ മൂത്ത് വരണം. അതുകൊണ്ട് നമ്മുടെ ബോണ്ട എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തീ ഓഫാക്കിയിട്ട് നമുക്കത് കോരിയെടുക്കാം. ബോണ്ടയെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ല ക്രിസ്പിയുമാണ്. നമ്മൾ കടലമാവിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തല്ലോ, അപ്പോഴാണ് അതുകൊണ്ടാണ് ഇത് ക്രിസ്പി ആയത്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ ഒക്കെ നല്ലതാണ്. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ടതിന് താങ്ക് യു.